ഇന്ന് ഞായറാഴ്ച ഒരു അവധി ദിവസം. രാവിലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന് കരുതി ഒരു യാത്രയിലാണ് ഞങ്ങൾ. കോസ്കോയിലേക്കാണ് യാത്ര. ഇത് കാംബ്രിഡ്ജിലെ ഒരു ഹൈവേയിലൂടെ യാത്രയാണ്. ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളിലും ധാരാളം വൃക്ഷങ്ങളും മറ്റും തിങ്ങി നിൽക്കുന്നു. എങ്ങും പച്ച പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നത് തന്നെ കൂടുതൽ കൗതുകകരമായി തോന്നുന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാനഡയിലെ ഹൈവേ ഡ്രൈവിങ്ങിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകണം. കാരണം എല്ലാ വണ്ടികളും നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമുള്ള വണ്ടികളുടെ സ്പീഡും കൂടി കണക്കിലെടുത്ത് നല്ല സ്പീഡിൽ തന്നെ പോകണം. മറ്റേരിയയിൽ സ്പീഡ് ലിമിറ്റിനുള്ള ബോർഡുകൾ ഉണ്ടാവും, അതിനനുസരിച്ച് നിയന്ത്രിച്ചു പോകണം. ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഹൈവേയിൽ നിന്നൊക്കെ മാറി ഇവിടെ ധാരാളം ഷോപ്സും മറ്റും കാണാം. അങ്ങനെ കോസ്കോയിൽ ഏകദേശം എത്താറായി. ഇവിടുന്ന് തന്നെ കോസ്കോയുടെ ബോർഡ് കാണാൻ പറ്റും. ഇത് കോസ്കോയുടെ മാത്രം ഏരിയ ആണ്. ധാരാളം ആൾക്കാര് അടുക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് കോസ്കോയുടെ ഈ ഔട്ട്ലെറ്റ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ധാരാളം ആൾക്കാരുണ്ട്. പാർക്കിങ്ങിന് തന്നെ സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനെ ഞങ്ങൾ കോസ്കോയിന്റെ ഉള്ളിലെത്തി. ഇത് വാച്ചും മറ്റും കിട്ടുന്ന ഏരിയ ആണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ റീറ്റെയിലറാണ് കോസ്കോ. ഇവിടെ എല്ലാതരം ഗ്രോസറീസും കിട്ടും. നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ ആയിട്ടുള്ള വിലക്ക് കിട്ടുന്നത് കൊണ്ടാണ് വളരെ വലിയൊരു ബിസിനസ് സെന്ററായി ഇത് മാറുന്നത്. ഇത് കണ്ടോ, ഫെസ്റ്റിവൽ സീസണിലുള്ള മുന്നൊരുക്കങ്ങളാണ്. ആദ്യം ഹലോവിൻ ആവും, പിന്നെ ക്രിസ്മസ് വരും. ഇലക്ട്രോണിക് ഐറ്റംസ്, കമ്പ്യൂട്ടേഴ്സ്, ഫർണിച്ചേഴ്സ്, അപ്ലയൻസസ്, ജ്വല്ലറി എന്നിവയൊക്കെ ഫുൾ ഗ്യാരണ്ടിയോടുകൂടി കിട്ടുന്ന ഒരു ബിസിനസ് സെന്ററാണ് കോസ്കോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു.
ഇന്ന് സൺഡേ ആയതുകൊണ്ടുകൂടി ഇവിടെ ബില്ലിംഗ് സെക്ഷനൊക്കെ ഭയങ്കര തിരക്കാണ്, ക്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിലാണ്. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. See you. Bye bye.